നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇറാൻ അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്ന വലിയൊരു പണിയാണ് അമേരിക്കയുടെ ബേസ് ക്യാമ്പുകൾ ആക്രമിച്ചുകൊണ്ട് 21 സൈനികരെ വധിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നത്. വലിയ നാണക്കേടാണ് അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയ്ക്ക് വലിയ ആശ്വാസം പകരുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാൻ നടത്തിയിരുന്നു എന്നുള്ളത് ഡൊണാൾഡ് ട്രംപ് വലിയ കാര്യമായി പറഞ്ഞതാണ്. അതായത് ഗൾഫ് രാജ്യങ്ങളോട് ഇറാൻ മാപ്പ് അപേക്ഷിച്ചത് തന്നെ അധിക നാൾ യുദ്ധം കൊണ്ടുപോകാൻ കഴിയില്ല, ഗൾഫ് നാടുകളിൽ ഇറാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഇനി ഒരു രീതിയിലുള്ള ആക്രമണവും അവിടേക്ക് നടത്തില്ല, അതുകൊണ്ട് തന്നെ അമേരിക്കൻ എയർബേസുകൾ സുരക്ഷിതമായിരിക്കും എന്ന വ്യാഖ്യാനമാണ് അതിനുവേണ്ടി ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. എന്നാൽ ആ വ്യാഖ്യാനം കൃത്യമായി കെണിയൊരുക്കി ഇരയെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം പോലെയായിരുന്നു ഇറാൻ സൃഷ്ടിച്ചെടുത്തത്. ഗൾഫ് രാജ്യങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടാകില്ല, അവർ സുരക്ഷിതരായിരിക്കും, അവരെ ഒരു രീതിയിലും ഭയപ്പെടുത്തുന്ന, അവരെ ഭയാശങ്ക ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പാണ് ഇറാൻ പ്രസിഡന്റ് കൊടുത്തത്. എന്നാൽ അമേരിക്കൻ എയർബേസുകൾ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അമേരിക്കൻ എയർബേസിലെ ആക്രമണത്തിൽ ആരും തന്നെ കൊല്ലപ്പെട്ടില്ല. ഇറാൻ കൊടുക്കുന്നത് തെറ്റായ വാർത്തയാണെന്ന് അമേരിക്കൻ മാധ്യമ ഏജൻസി പറയുന്നുണ്ടെങ്കിലും, അവരെല്ലാം ബങ്കറിൽ സുരക്ഷിതരാണ് എന്ന് പറയുന്നെങ്കിലും അതെല്ലാം പുളുവാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ വെറും തള്ളു മാത്രമാണ്. ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പിച്ചും പെയ്യും പറയുന്നത് കൊണ്ട് യാഥാർത്ഥ്യത്തെ മറയ്ക്കാൻ കഴിയില്ല എന്നാണ് ഇറാൻ പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. 6 മാസം വേണമെങ്കിലും നിന്ന് പോരാടാൻ കെൽപ്പുള്ള രീതിയിൽ ഇറാൻ്റെ കയ്യിൽ ആയുധ സജ്ജീകരണങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഇറാൻ പ്രസിഡന്റ് മസൂദ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, അതായത് ഇത് നീണ്ട നാൾ പോകും എന്ന് US-നും ഇസ്രയേലിനും ആഗ്രഹമില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് ചെറുത്തു തോൽപ്പിച്ച് റെജീം ചേഞ്ച് കൊണ്ടുവരണം, ഭരണമാറ്റം കൊണ്ടുവരണം. പക്ഷെ അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകില്ല എന്നുള്ളത് മാത്രമല്ല, ഇറാൻ്റെ ശക്തമായ തിരിച്ചടിക്ക് മുമ്പിൽ US-ൻ്റെയും അതുപോലെ ഇസ്രയേലിൻ്റെയും കണക്കൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇസ്രയേലിൽ എന്തു പറ്റി? ഇസ്രയേലിൽ ഹൈഫ നഗരത്തിലും ടെല്ലവീവിലുമൊക്കെ തകർച്ചയല്ലേ ഉണ്ടാകുന്നത്. അവിടെ ഇറാൻ വർഷിക്കുന്ന ബോംബുകളിൽ എത്ര ഇസ്രയേലികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇതുവരെയും അവർ പുറത്തുവിടുന്നില്ല. മാധ്യമങ്ങൾക്ക് സമ്പൂർണ്ണ വിലക്കാണ് ഇസ്രയേലിലുള്ളത്. എന്നാൽ ഇന്ത്യയിലെ ഒരു മാധ്യമപ്രവർത്തകൻ, അവിടെ നിന്ന് വന്ന ഒരു മാധ്യമപ്രവർത്തകൻ കൊടുത്ത വിശദീകരണം അനുസരിച്ച് ഇസ്രയേലികൾ നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയും പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന സ്ഥിരീകരണം അദ്ദേഹം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിലേക്ക് കൈമാറി ഇത്തരത്തിലൊരു വാർത്ത കൊടുക്കുമ്പോൾ ഇവിടെ ഇസ്രയേലിന് വേണ്ടി കുഴലൂതുന്ന ചില ആളുകളുണ്ട്. അതായത് അവർക്ക് കൃത്യമായിട്ടുള്ള ജാതിവെറി മാത്രമാണുള്ളത്, മതസ്പർദ്ധ മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. വാസ്തവത്തിൽ ഇസ്രായേൽ കാണിക്കുന്ന തെമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കുന്നത് കൊണ്ട് നമ്മുടെ രാജ്യത്തിന് നഷ്ടം മാത്രമാണുള്ളത്. ഇറാനെ പോലെ ശക്തമായി ഊർജ്ജ മേഖലയിൽ സഹകരണം ഉറപ്പിച്ച് റഷ്യയുമായി കൈകോർത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അമേരിക്കയുടെ പിന്തിരിപ്പൻ ബുദ്ധി വർക്കൗട്ടാകുന്നത് നരേന്ദ്രമോദിയെ പോലൊരു ദുർബല ഭരണാധികാരി ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണെന്നുള്ളത് വ്യക്തം.